കഥയെ ആരംഭിക്കുന്നത് ഹാരിയെയും അമ്മയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഹാരി ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഹാരിയുടെ അമ്മ സാറയാകട്ടെ ഒരു പാവം പിടിച്ച സ്ത്രീയും. അവർക്ക് ഭക്ഷണം കഴിക്കലും TV കാണലുമാണ് പ്രധാന വിനോദം. ഹാരി എപ്പോഴും പണത്തിനു വേണ്ടി വീട്ടിലെ TV കൊണ്ടുപോയി വിൽക്കും. പാവം പിടിച്ച സാറയാകട്ടെ ഹാരി വിറ്റ അതേ കടയിൽ പോയി അതേ TV തിരികെ വാങ്ങും. ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവരുടെ ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഹാരി മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു യുവാവായിരുന്നു. എന്നിരുന്നാലും സാറ ഹാരിയെ ഒരുപാട് വഴക്ക് പറയുകയോ ശകാരിക്കുകയോ ചെയ്തിരുന്നില്ല. സാറയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് ഹാരി മാത്രമായിരുന്നു. കഥ അവിടെ നിന്നും സാറയുടെ ടൈം ലൈനിലേക്ക് തിരിയുന്നു. സാറയ്ക്ക് TV കാണലാണ് പ്രധാന വിനോദം എന്ന് പറഞ്ഞല്ലോ. അന്നൊരു ദിവസം പതിവ് പോലെ സാറ തന്റെ പ്രിയപ്പെട്ട ഷോ കാണുകയായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഫോൺ ബെല്ലടിക്കുന്നത്. സാറ കോൾ അറ്റൻഡ് ചെയ്തു. സാറ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്തെന്നും സാറയെ അതുകൊണ്ട് തന്നെ TV ഷോയിലേക്ക് ക്ഷണിക്കുകയാണ് എന്നുമായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത്. സാറയ്ക്ക് അതിശയം തോന്നി. സാറയുടെ പ്രിയപ്പെട്ട ഷോയിൽ സാറ ഗസ്റ്റായിട്ടെത്താൻ പോകുന്നു. അതൊരു പ്രാങ്ക് കോൾ ആണോ എന്ന് വരെ സാറ സംശയിച്ചെങ്കിലും അല്ലെന്നും നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഷോയിൽ പങ്കെടുക്കണം എന്നും വിളിച്ച വ്യക്തി ആവശ്യപ്പെട്ടു. കോൾ കട്ടായിട്ടും സാറയ്ക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സാറയുടെ ഫേവറേറ്റ് ഷോയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അവിടെ പോകുമ്പോ സാധാരണ വസ്ത്രത്തിൽ പോവാൻ പറ്റില്ലല്ലോ. ഏതു വസ്ത്രം ധരിക്കണം എന്ന് സാറ ആലോചിച്ചു. ഹാരിയുടെ ഗ്രാജുവേഷൻ ഡേയിൽ ധരിച്ച സുന്ദരമായൊരു ചുവന്ന വസ്ത്രമുണ്ട്. അത് ധരിച്ചാലോ എന്ന് സാറ് ചിന്തിച്ചു. അദ്ദേഹം ആ വസ്ത്രം എടുത്തു. അത് ധരിച്ചു നോക്കാൻ ആരംഭിച്ചു. പക്ഷേ അതിന്റെ സിബ് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് സാറയുടെ സുഹൃത്ത് വരുന്നത്. സാറയോട് എന്താ സാറ പുതിയ വസ്ത്രമൊക്കെ ധരിക്കുന്നേ എന്ന് മട്ടിൽ അവർ കുശലാന്വേഷണം നടത്തി. സാറ ഉള്ള കാര്യം അവരോട് പറഞ്ഞു. അവരും വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നാലെ ആ വസ്ത്രത്തിന്റെ സിബ് അടച്ചു കൊടുക്കാൻ ആ സ്ത്രീ ശ്രമിച്ചു. പക്ഷേ സാറയ്ക്ക് വണ്ണം വെച്ചതുകൊണ്ട് ആ ഡ്രസ് പാകമാവുന്നുണ്ടായിരുന്നില്ല. അവർ അത് തന്നെ പറഞ്ഞു. സാറ നീ അല്പം തടി വെച്ചിട്ടുണ്ട്, വണ്ണം കുറയ്ക്കണം. എന്റെ മികച്ചൊരു ബുക്കുണ്ട്, ഡയറ്റ് പ്ലാൻ ആണ്. അത് നോക്കിയാ പെട്ടെന്ന് തടി കുറയും. സാറ അങ്ങനെ ആ ബുക്ക് വാങ്ങി പരിശോധിച്ചു. അതാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കി കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ഒരു ഡയറ്റ്. സാറയ്ക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഭക്ഷണപ്രേമിയാണല്ലോ. എന്നാലും ഷോയിൽ പോയി തിളങ്ങാനുള്ളതാണ്. സാറ അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ആ ഡയറ്റ് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. ഷോയിൽ പങ്കെടുക്കാനുള്ളതാണല്ലോ. പാർലറിൽ പോയി സാറ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. തിരികെ വന്ന് ഡയറ്റ് പ്ലാനിലെ ഭക്ഷണം കഴിച്ചു. സാറയ്ക്കാണെങ്കിൽ കൊതി അടക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം നിയന്ത്രിച്ച ശീലമില്ലാത്തതാണല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് TV വിൽക്കാൻ ശ്രമിച്ചിട്ടും അതിനുപോലും മനസ്സില്ലാതെ സാറ ഫ്രിഡ്ജിൽ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ തുടർന്നാൽ താൻ എന്തെങ്കിലും എടുത്ത് കഴിക്കുമെന്ന് ചിന്തിച്ച് സാറ പുറത്തുപോയി. കൂട്ടുകാരുടെ അടുത്തേക്കായിരുന്നു പോയത്. സാറ അങ്ങനെ കൂട്ടുകാരുടെ അടുത്തെത്തി. കൂട്ടുകാരികളാകട്ടെ സാറ നീ ഇപ്പൊ സെലിബ്രിറ്റി ആവുമല്ലോ, പിന്നെ ഞങ്ങളെയൊക്കെ മൈൻഡ് ചെയ്യൂ എന്ന മട്ടിലൊക്കെ ചോദിച്ച് സാറയെ കളിപ്പിച്ചു. സാറയാണെങ്കിൽ തടി കുറയാത്തതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. എങ്ങനെ തടി കുറയ്ക്കുമെന്നറിയില്ല. ഷോയിൽ പങ്കെടുക്കാനുള്ളതാ. എന്റെ ഫേവറേറ്റ് ഡ്രസ് ഇടാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ സാറ പറഞ്ഞപ്പോ കൂട്ടുകാരിൽ ഓരോരുത്തരും ഓരോരോ സജഷൻസ് പറയാൻ തുടങ്ങി. അതിലൊരാൾ പറഞ്ഞത് ഒരു ഡോക്ടറുടെ കാര്യമായിരുന്നു. അവിടെ പോയി മരുന്നെടുത്താൽ ഭക്ഷണമൊക്കെ കഴിച്ചാലും തടി കുറഞ്ഞോളും എന്നായിരുന്നു ആ സ്ത്രീ പറഞ്ഞത്. അവർ സംസാരിച്ചു നിൽക്കെ ഷോയുടെ മെയിൽ വന്നു. കൂട്ടുകാരുടെ കൂടെ തന്നെ അവൾ ആ കത്ത് പൊട്ടിച്ചു. അതിലൊരു ഫോം ഉണ്ടായിരുന്നു. അത് ഫില്ല് ചെയ്ത് ആ കത്ത് തിരികെ പോസ്റ്റ് ചെയ്തു. അങ്ങനെ പോസ്റ്റ് ചെയ്ത കത്ത് അവിടെ എത്തി. കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഷോയിൽ പങ്കെടുക്കാൻ സാറയ്ക്ക് പോകാം. പക്ഷേ അതുകൊണ്ടൊന്നും സാറയുടെ കഷ്ടപ്പാട് തീരുന്നുണ്ടായിരുന്നില്ല. രാത്രിയായി. ലിമിറ്റഡ് ഭക്ഷണമാണല്ലോ കഴിക്കുന്നത്. സാറയ്ക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. ഭക്ഷണം സാറ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി. എവിടെ നോക്കിയാലും ഭക്ഷണം. ഫ്രിഡ്ജ് തുറക്കാതെ തന്നെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഭക്ഷണം കാണുന്നു. കിടന്നപ്പോഴോ ആകാശത്തു നിന്ന് ഭക്ഷണം വീഴുന്ന പോലെ. സാറയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി. സാറ ചാടി എഴുന്നേറ്റു. കൂട്ടുകാരിയെ വിളിച്ച് നേരത്തെ പറഞ്ഞ ഡോക്ടറുടെ നമ്പർ ചോദിച്ചു. അടുത്ത ദിവസം തന്നെ അങ്ങോട്ടേക്ക് സാറ പുറപ്പെട്ടു ചെന്നു. കുറച്ച് ടെസ്റ്റുകൾക്ക് ശേഷം സാറയും ഡോക്ടറും മീറ്റ് ചെയ്യുകയാണ്. സാറ പറഞ്ഞു, ഡോക്ടർ എന്റെ തടി കുറച്ച് കൂടിയിട്ടുണ്ട്. പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഈ തടി കുറയ്ക്കാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. പല കളറിലുള്ള കുറച്ച് ഗുളികകൾ ഡോക്ടർ സാറയ്ക്ക് കൊടുത്തു. ആദ്യം കഴിക്കേണ്ടത് പർപ്പിൾ ടാബ്ലറ്റ് ആയിരുന്നു. അത് സാറ കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ജങ്ക് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. വീട്ടിലെത്തിയ സാറ ടാബ്ലറ്റ് കഴിച്ചതിന് പിന്നാലെ ഇഷ്ടപ്പെട്ട ജങ്ക് ഫുഡ് എടുത്ത് നല്ല കഴിപ്പാരംഭിച്ചു. എനിക്കിനി ഇഷ്ടമുള്ളത് അത്രയും കഴിക്കാലോ, ഞാൻ തടിക്കാമില്ല എന്നൊക്കെ പറഞ്ഞ് സാറ ചെറിയ ഡാൻസ് ഒക്കെ ചെയ്യാനും തുടങ്ങി. പിന്നീട് അങ്ങോട്ടേക്ക് കൃത്യസമയത്ത് ഡോക്ടർ പറഞ്ഞ പോലെ ഓരോ കളർ ടാബ്ലറ്റും സാറ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ സാറയ്ക്ക് പല്ലൊക്കെ ഒന്ന് വിറയ്ക്കുന്ന പോലൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണ്. നിർത്തിയാലോ എന്ന് സാറ ചിന്തിച്ചെങ്കിലും തടി കുറയണമെന്ന് ആലോചിച്ചപ്പോ തുടരാമെന്ന് തന്നെ സാറ തീരുമാനിച്ചു. സാറയുടെ കഥ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഹാരിയുടെ ടൈം ലൈൻ കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഹാരി മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി അവൻ എന്തും തന്നെ ചെയ്യാറുണ്ട്.
ഹാരിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട്. മാരിയോൺ എന്നാണ് അവളുടെ പേര്. അവരിരുവരും എപ്പോഴും ഒന്നിച്ചായിരുന്നു. മാരിയോനും മയക്കുമരുന്നിനടിമപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ഒരു ഡിസൈനർ ആവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഇങ്ങനെ മയക്കുമരുന്നിന് അടിമപ്പെട്ടതുകൊണ്ട് സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനേ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും പുതിയ തരം മയക്കുമരുന്നുകൾ എവിടെ കിട്ടും, ഏതൊക്കെ പരീക്ഷിക്കാം എന്നതൊക്കെയായിരുന്നു ഇരുവരുടെയും ചിന്ത. ഹാരിക്കും മാരിയനും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ടൈറോൺ എന്നാണ് അവന്റെ പേര്. അവനും അവരെ പോലെ തന്നെ മയക്കുമരുന്നിനടിമപ്പെട്ട ഒരു യുവാവായിരുന്നു. അവരെപ്പോഴും മയക്കുമരുന്ന് ഉപയോഗത്തിലായിരിക്കും. ആകെ ഒരു ലക്ഷ്യമേ ഇപ്പോ അവർക്കുള്ളൂ: മയക്കുമരുന്ന് വാങ്ങുക, മറച്ചു വിൽക്കുക, അതുപയോഗിച്ച് പണമുണ്ടാക്കുക. അങ്ങനെ സമ്പന്നരാകാം എന്നൊക്കെ അവരങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. കിട്ടിയ പണത്തിന് അവര് മയക്കുമരുന്ന് വാങ്ങും. അതിലിത്തിരി ഉപയോഗിച്ച ശേഷം ബാക്കി നല്ല തുകയ്ക്ക് വിൽക്കും. കിട്ടുന്ന പണത്തിൽ കുറച്ചെടുത്ത് വീണ്ടും മയക്കുമരുന്ന് വാങ്ങും. ബാക്കി പണം സേവ് ചെയ്യും. ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാന പരിപാടി. അത്യാവശ്യം ഒരു സമ്പാദ്യവും അവർക്കങ്ങനെ ആയിരുന്നു. കയ്യിൽ കുറച്ചധികം പണമൊക്കെയായതോടെ ഹാരി അമ്മയെ കാണുവാൻ ചെന്നു. മോനെ കണ്ടതും സാറയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. ഹാരിയെ സാറ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാപ്പി കൊടുക്കുന്നതിനിടയിൽ മകനുമായി സാറ സംസാരിക്കാൻ ശ്രമിച്ചു. ഹാരി, മോനെ, നീ ഇതെത്ര നാള് എവിടെയായിരുന്നു? എന്നെ നോക്കിക്കേ, എന്തെങ്കിലും മാറ്റമുണ്ടോ? 20 പൗണ്ട് വെയിറ്റാ എന്റെ കുറഞ്ഞെ. നിനക്കറിയോ, ഞാനൊരു ഫേമസ് ഷോയിൽ പോവാൻ പോകുക. ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയാമോ? അതൊക്കെ പോട്ടെ, നീ ഇത്ര നാളും എവിടെയായിരുന്നു? അന്ന് പിണങ്ങിപ്പോയതല്ലേ. ഇപ്പൊ നിനക്ക് വല്ല ജോലിയുമുണ്ടോ? അമ്മ, ഞാനിപ്പോ ഒരു ഡിസ്ട്രിബ്യൂഷൻ ജോലി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഓ ഹാരി, മോനെ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ് സാറ ഹാരിയെ കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് വേണ്ടി ഞാൻ പുതിയൊരു TV വാങ്ങിയിട്ടുണ്ട്. അടുത്ത ദിവസം അതേ ഇങ്ങോട്ടേക്ക് എത്തും. സാറ വീണ്ടും ഒരുപാട് സന്തോഷിച്ചു. അപ്പോഴാണ് ഹാരി സാറയുടെ ചുണ്ടുകൾ ശ്രദ്ധിക്കുന്നത്. അത് വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. അമ്മ എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഹാരി ചോദിച്ചു. ഉണ്ട്, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ തടി കുറഞ്ഞേ. അമ്മ, ആ മരുന്നൊന്നും കഴിക്കണ്ട, നോക്കിക്കേ. ഒന്ന് പോയടാ, നിനക്കിപ്പോ ഡോക്ടറെക്കാളും വലിയ അറിവല്ലേ. ഡോക്ടർ തന്ന മരുന്ന, ഞാൻ എന്തായാലും അത് കഴിക്കും. നിന്റെ അച്ഛൻ പോയി, നീയും എന്നെ വിട്ട് എങ്ങോട്ടേക്കോ പോയി. എനിക്കിപ്പോ ആകെയുള്ള സന്തോഷം, ആകെയുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ആ TV ഷോയിൽ എന്റെ ഇഷ്ട വസ്ത്രമിട്ട് പോകുന്നതാ. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. സാറയുടെ മരുന്നുകളും ഹാരി നോക്കിക്കണ്ടിരുന്നു. പിന്നാലെ ഹാരി തിരികെ പോരാൻ തുടങ്ങി. പോരുമ്പോൾ അവൻ കുറച്ച് ദുഃഖിതനാണ്. സംഭവം എന്തെന്നാൽ അമ്മ ഉപയോഗിക്കുന്നത് മയക്കുമരുന്ന് പോലുള്ള ഒരു മരുന്നാണ് എന്ന് ഹാരി മനസ്സിലാക്കിയിരുന്നു. മുമ്പ് ഫേക്ക് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വെച്ച് മരുന്നുകടയിൽ നിന്നും അവരാ മരുന്നൊക്കെ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അമ്മ ഇപ്പോൾ അതിന് അഡിക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതും അവൻ വല്ലാതെ ദുഃഖിതനായി. ഇതേ സമയമായിരുന്നു മറ്റൊന്ന് സംഭവിച്ചത്. മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടി ടൈറൻ ഒരു ഡീലിന് പോയിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഷൂട്ടൌട്ട് നടന്നു. ടൈറൻ പോലീസ് പിടിയിലും അകപ്പെട്ടു. ഒടുവിൽ കയ്യിലുള്ള മുഴുവൻ പണവും ഇറക്കിയായിരുന്നു ഹാരി ഒരു തരത്തിൽ ടൈറനെ ഇറക്കിക്കൊണ്ടുവന്നത്. കയ്യിലുള്ള പണമൊക്കെ തീർന്നിരിക്കുന്നു. പുതിയ മയക്കുമരുന്ന് വാങ്ങാൻ പോലും പണമില്ല. ആ സമയം അവിടെ പുതിയൊരു ഡീലർ വന്നിരുന്നു. ആളുടെ പക്കൽ പുതിയ തരം എന്തോ മയക്കുമരുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും വാങ്ങിയേ പറ്റൂ. അതിനെപ്പറ്റി ഹാരി ഗേൾഫ്രണ്ടിനോട് സംസാരിച്ചു. എങ്ങനെയെങ്കിലും നീ കുറച്ച് പണം ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്ക്. നമുക്ക് ആ പുതിയ മയക്കുമരുന്ന് വാങ്ങാം. അത് വെച്ച് വീണ്ടും പഴയ പോലെ കുറെ ക്യാഷ് ഉണ്ടാക്കാം. മാരിയന്റെ പക്കലും പണമില്ല. അവൾക്കും മയക്കുമരുന്നില്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല. ഹാരിയാണെങ്കിൽ പണവും ചോദിക്കുന്നു. മാരിയന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അവൾ സ്വന്തം ശരീരം വിറ്റ് പണം സമ്പാദിക്കാൻ ആരംഭിച്ചു. ആ പണമൊക്കെ അവൾ കൊണ്ടുവന്ന് ഹാരിയുടെ കയ്യിൽ കൊടുത്തു. അടുത്ത ദിവസം ഹാരിയും കൂട്ടുകാരനും കൂടി മയക്കുമരുന്ന് വാങ്ങാൻ പോയി. പക്ഷെ അവിടെയും വെടിവെപ്പുണ്ടായി. ഒടുവില് മയക്കുമരുന്ന് കിട്ടാതെ ഹാരിക്ക് മടങ്ങേണ്ടി വന്നു. മറുവശത്ത് മാരിയോനാകട്ടെ മയക്കുമരുന്ന് കിട്ടാതെ ആകെ വല്ലാതായിരുന്നു. അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവളാകെ പാനിക്കാവാൻ തുടങ്ങിയിരുന്നു. തിരികെ എത്തിയ ഹാരി മരുന്ന് കിട്ടിയില്ല എന്ന കാര്യം അവളോട് പറഞ്ഞു. അവളാണെങ്കിൽ വലിയ ദേഷ്യത്തിലാണ്. ആ പണം കൊണ്ട് പോയിട്ടും കിട്ടിയില്ലേ, ആ പണം ഉണ്ടാക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് അവൾ വല്ലാതെ ദേഷ്യപ്പെട്ടു. തനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞലറി. ഹാരി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നീ ഒന്നടങ്ങ്, എങ്ങനെയെങ്കിലും മരുന്നൊപ്പിക്കാം. ഇല്ലെങ്കിൽ ഡീലറുടെ അടുക്കൽ നിന്ന് വാങ്ങാം. ഹോൾസെയിൽ ഡീലറെ കാണാം. ഹാരി ഓരോന്ന് പറഞ്ഞെങ്കിലും മാരിയോൺ അടങ്ങുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മരുന്നില്ലാതെ പറ്റില്ലെന്ന് അവൾ പറഞ്ഞു. അപ്പോഴാണ് ഹാരി ഒരുത്തന്റെ കാര്യം ഓർത്തത്. അവന്റെ കയ്യിൽ എപ്പോഴും മരുന്നുണ്ടാവാറുണ്ട്. അവന്റെ പേരും അവനെ കിട്ടുന്ന സ്ഥലവും എഴുതി ഹാരി അത് മാരിയോന് കൊടുത്തു. അവൻ പണത്തിനു വേണ്ടി മരുന്ന് വിൽക്കാറില്ല. നീ അവനെ പോയി കാണ്. അവന്റെ കയ്യിൽ മരുന്നുണ്ടാകും. എങ്ങനെ അത് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യ്. അടുത്ത ദിവസത്തേക്ക് എങ്ങനെയെങ്കിലും മരുന്നൊപ്പിക്കാൻ നോക്കാം. ഹാരിയനും ടൈറോണും പിന്നാലെ അവിടെ നിന്ന് ഫ്ലോറിഡയിലേക്ക് യാത്ര തിരിച്ചു. മറുവശത്ത് മാരിയോനാകട്ടെ മയക്കുമരുന്ന് കിട്ടാതെ തീർത്തും പറ്റാതായതോടെ ഹാരി കൊടുത്ത ആ വ്യക്തിയുടെ ഫോൺ നമ്പറിൽ വിളിച്ചു. തനിക്ക് മയക്കുമരുന്ന് തരാമോ എന്ന് ആവശ്യപ്പെട്ടു. താൻ പണത്തിനത് വിൽക്കാറില്ല എന്നായിരുന്നു അയാളുടെ മറുപടി. എത്ര പണം വേണമെങ്കിലും തരാം, എന്ത് വേണമെങ്കിലും തരാം എന്നൊക്കെ മാരിയൻ പറഞ്ഞപ്പോ എങ്കിൽ പണം വേണ്ട, മറ്റൊന്നു മതി എന്ന മട്ടിൽ മാരിയോനോട് തനിക്ക് വേണ്ടി കിടക്ക പങ്കിടാമോ എന്ന് അയാൾ ചോദിച്ചു. മാരിയന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അവൾ ഓക്കെ പറഞ്ഞു. മാരിയൻ അങ്ങനെ അയാളെ പോയി കണ്ടു. അയാളിൽ നിന്നും മയക്കുമരുന്ന് കിട്ടി. പകരം അയാൾക്ക് മാരിയന് അവളെ തന്നെ കൊടുക്കേണ്ടി
മാറ്റേണ്ടി വന്നു. മറുവശത്ത് ടൈറോനും ഹാരിയും യാത്രയിലാണല്ലോ. അവർക്ക് ചെറിയ മയക്കുമരുന്ന് കിട്ടി. പോകുന്ന വഴിയിൽ ഹാരി അത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ടൈറോൺ അത് കാണുന്നത്. കുത്തി അവന്റെ കയ്യിൽ വലിയ മുറിവാണുള്ളത്. അതിലേക്ക് തന്നെ ഹാരി വീണ്ടും മയക്കുമരുന്ന് കുത്തുന്നു. പക്ഷെ ഇത്തവണ മയക്കുമരുന്ന് കുത്തിവെച്ചപ്പോ അതവന്റെ ശരീരത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതായി. അവൻ കഷ്ടപ്പെടുന്നത് ടൈറോൺ നോക്കിക്കണ്ടു. ഉടനടി ടൈറോൻ അവനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെത്തിച്ച് ഹാരിയെ ഡോക്ടേഴ്സ് പരിശോധിച്ചു. ഹാരിയുടെ കയ്യിലെ ഇഞ്ചക്ഷൻ ചെയ്ത പാടുകളും മറ്റും കണ്ടപ്പോ അവനൊരു മയക്കുമരുന്നിന് അഡിക്റ്റായ വ്യക്തിയാണ് എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലായി. ഉടനടി ഡോക്ടേഴ്സ് പോലീസിനെ വിളിച്ചു. പിന്നെ പറയണ്ടല്ലോ, ടൈറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഹാരിയും കസ്റ്റഡിയിലായി. പക്ഷേ ചികിത്സയിലായതുകൊണ്ട് ഹാരിയെ ആശുപത്രിയിൽ തുടരാൻ അനുവദിച്ചു. ഹാരിയുടെ കൈയിന്റെ അവസ്ഥ മോശമായതുകൊണ്ട് ഹാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. മറുവശത്ത് ഹാരിയുടെ അമ്മ സാറിയാകട്ടെ ഡോക്ടർ കൊടുത്ത മരുന്നിന് അടിമപ്പെട്ടതുകൊണ്ട് അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാരി വാങ്ങിക്കൊടുത്ത പുതിയ TV വന്നിട്ടും അത് ഓണാക്കാതെ അതിലേക്ക് നോക്കിക്കൊണ്ട് മരുന്നും കഴിച്ച് അവർ ചിന്തയിലാണ്ടിരുന്നു പോയി. പതിയെ നിയന്ത്രണമില്ലാതെ ഒരു ഗുളികക്ക് പകരം മരുന്നുകൾ മിക്സ് ചെയ്ത് തോന്നിയ പോലെ സാറ കഴിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മരുന്ന് കഴിച്ചിരിക്കുമ്പോ TVയിൽ താൻ പോവാനിരുന്ന ആ ഷോ സാറ നോക്കിക്കാണുകയാണ്. ആ ഷോയിലേക്ക് ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായി കയറി വരുന്ന തന്നെ സാറ ഹാലുസിനേറ്റ് ചെയ്ത് കണ്ടു. സാറയുടെ രീതികൾ തന്നെ മാറി തുടങ്ങി. രാത്രിയിൽ ഉറക്കമില്ലാതായി. തനിക്കിഷ്ടമുള്ള ആ ചുവന്ന വസ്ത്രമിട്ട് സാറ വീട്ടിലൂടെ നടക്കാൻ ആരംഭിച്ചു. വീണ്ടും TVക്ക് മുമ്പിൽ ചെല്ലും. ഹാലൂസിനേറ്റ് ചെയ്ത് അതേ ഷോ തന്നെ കാണും. സാറ ഷോയിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ നോക്കിക്കണ്ട് സന്തോഷിക്കും. അപ്പോഴേക്കും ഹാലൂസിനേഷൻ മറ്റു തലങ്ങളിലേക്ക് കടന്നു. വീട്ടിലെ ഫ്രിഡ്ജൊക്കെ കുലുങ്ങുന്ന പോലെയും മുന്നിട്ട് വരുന്ന പോലെയുമൊക്കെ സാറയ്ക്ക് തോന്നാൻ തുടങ്ങി. പേടി കൂടിയതോടെ ഡോക്ടർ കൊടുത്ത ആ മരുന്നെടുത്ത് സാറ കൂടുതലായി കഴിച്ചു. പിന്നെ ഇങ്ങോട്ടേക്ക് കാര്യങ്ങൾ കൂടുതൽ വഷളായി. TVയിലെ ക്യാരക്ടേഴ്സ് ഒക്കെ പുറത്തുനിന്ന് സംസാരിക്കുന്ന പോലെയൊക്കെ സാറയ്ക്ക് തോന്നിത്തുടങ്ങി. വീട്ടിലെത്തിയ ഷോയിലെ ക്യാരക്ടേഴ്സ് സാറയുടെ വീടിനെ പറ്റി കളിയാക്കിയൊക്കെ സംസാരിക്കുന്നു. അത് കേട്ട് കാണികൾ പൊട്ടിച്ചിരിക്കുന്നു. സാറ വല്ലാതെ അസ്വസ്ഥയാവാൻ ആരംഭിച്ചു. സാറ ഇരിക്കുന്ന ചെയറിന് ചുറ്റിലും TV ഷോയിലെ ക്യാരക്ടേഴ്സും കാണികളും അടക്കം ചുറ്റി വന്ന് കളിയാക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ ആരംഭിച്ചു. സാറ കൂടുതൽ പാനിക്കായി. അവളങ്ങനെ പേടിച്ചു നിൽക്കെ ഫ്രിഡ്ജ് അടുത്തേക്ക് വന്ന് അവളെ വിഴുങ്ങുന്ന പോലെയൊക്കെ സാറയ്ക്ക് തോന്നാൻ ആരംഭിച്ചു. പേടിച്ച് സാറ പുറത്തേക്കോടി. യാഥാർത്ഥ്യത്തിൽ ഇതൊന്നും സംഭവിച്ചിരുന്നില്ല. TV പോലും നോർമലായിട്ടിരിക്കുകയാണ്. എല്ലാം സാറയുടെ തോന്നലുകൾ മാത്രമായിരുന്നു. ഓടിയോടി സാറ ഒരു ട്രെയിനിൽ കയറിയതും ഈ ട്രെയിൻ എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് സാറ ചോദിച്ചു. ആരും സാറയെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. സാറയെ കണ്ടാൽ അപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു തോന്നിക്കുക. എന്തായാലും ട്രെയിനിൽ യാത്ര ചെയ്ത് സാറ അവർ പോവാൻ ആഗ്രഹിച്ച TV ഷോ നടക്കുന്നിടത്തെ ഓഫീസിലേക്ക് എത്തി. അവിടെത്തിയ സാറ അവരുടെ ഷോയിൽ താൻ വരാനിരുന്നതാണ്. മെയിൽ അയച്ചിരുന്നു. എപ്പോഴാണ് എന്റെ ഡേറ്റ് എന്നൊക്കെ അവരോട് ചോദിച്ച് സംസാരിച്ചിരിക്കാൻ ആരംഭിച്ചു. അവരങ്ങനെ പിച്ചും പേയും ഒക്കെ പറയുന്നത് കണ്ട് അവിടുത്തെ സ്റ്റാഫും കുറച്ച് അങ്കലാപ്പിലായിരുന്നു. സാറയെ ആശ്വസിപ്പിക്കാൻ സാറയ്ക്ക് അവർ കോഫിയൊക്കെ കൊടുത്തു. പിന്നാലെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസ് എത്തി സാറയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി. സാറയെ പരിശോധനയ്ക്ക് വിധേയമാക്കി. അമിതമായ മയക്കുമരുന്ന് ഉപയോഗവും മറ്റും സാറയെ ഒരു മാനസിക രോഗിയാക്കി മാറ്റിയിരുന്നു. പിന്നാലെ അതിനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ആരംഭിച്ചു. ഷോക്ക് ട്രീറ്റ്മെന്റ് അടക്കം സാറയ്ക്ക് നൽകി. ആ ഒരു സമയത്ത് സാറയുടെ കൂട്ടുകാർ സാറയെ കാണാൻ വന്നു. പക്ഷേ സാറയ്ക്ക് അവരെ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായി ഒരു മാനസിക രോഗിയായി സാറ മാറിയിരുന്നു. തുടർച്ചയായി സാറ ഹാലൂസിനേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ TV ഷോ തന്നെയായിരുന്നു സാറയുടെ ഓർമ്മകളിൽ നിറഞ്ഞത്. TV ഷോയിൽ സുന്ദരിയായി ചുവന്ന വസ്ത്രമിട്ട് സാറ പങ്കെടുക്കുന്നു. തന്റെ മകൻ ഹാരി ജെന്റിൽമാനായി അങ്ങോട്ടേക്ക് വരുന്നു. ലോകത്തിനു മുന്നിൽ തന്റെ മകനെ സാറ പരിചയപ്പെടുത്തുന്നു. ഇതേസമയം മറുവശത്ത് ടൈറോൺ ജയിലിലായിരുന്നു. മയക്കുമരുന്ന് കിട്ടാതായതോടെ മാനസിക രോഗം അവനെയും ബാധിക്കാൻ തുടങ്ങി. അസ്വസ്ഥതകൾ അവൻ പ്രകടിപ്പിക്കാൻ ആരംഭിച്ചു. ഹാരിയാകട്ടെ കൈയൊക്കെ മുറിച്ചു കളഞ്ഞ് ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിൽ തുടരുകയാണ്. ആശുപത്രി വിട്ടാൽ നേരെ അവന് ജയിലിലേക്ക് പോകേണ്ടി വരും. ജീവിതം മൊത്തത്തിൽ നഷ്ടമായിരിക്കുന്നു. അതിന്റെ കുറ്റബോധം ഹാരിക്കുണ്ടായിരുന്നു. അവൻ പുലമ്പുകയും വിതുമ്പുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹാരിയുടെ ഗേൾഫ്രണ്ട് മാരിയോണാകട്ടെ മയക്കുമരുന്നിനു വേണ്ടി ശരീരം പൂർണ്ണമായും വിറ്റ് ജീവിക്കാൻ ആരംഭിച്ചു. അവളൊരു വേശ്യയായി തീർന്നു. അങ്ങനെ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ആ ജീവിതങ്ങളൊക്കെയും അവരുടെ സ്വപ്നങ്ങളിൽ എവിടെയും എത്തിച്ചേരാതെ ലോകത്തിന് തന്നെ ഭാരമായി അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ച് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. മയക്കുമരുന്ന് എത്ര വിനാശകരമായ സംഗതിയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.